ഹലോ മക്കളെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റിയോ, ഓൾസോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളതിന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എനിവേ നമുക്ക് നെക്സ്റ്റ് ഫേസ് ചെയ്യാനുള്ള എക്സാം സയൻസ് എക്സാം ആണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള എക്സാംസ് ആണ് അല്ലേ. സയൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു എക്സാം അല്ല, എഫക്റ്റീവ്ലി അത് 3 എക്സാംസ് ആണുള്ളത്. ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും കൂടെയുള്ള എക്സാംസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. അതിനുവേണ്ടി എക്സാമിൻ്റെ ടീം 100% റെഡിയാണ് ഈ ദിവസങ്ങളിൽ. ഈ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മക്കളെ 1, 2, 3, 4, 5 ദിവസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ദിവസങ്ങൾ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം, സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ. സോ അതിന് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്ന ലൈവിൻ്റെ സ്റ്റഡി പ്ലാനാണ്. വളരെ സിമ്പിളാണ്. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം അത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ സാറ്റർഡേ ടുഡേ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ഫിസിക്സ്. ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്നും കൂടി തീർക്കാൻ പോവാണ്. ഈ ഒരു ലൈവ് നമ്മൾ ഇനി അങ്ങോട്ട് തിയറി ഫോക്കസ്ഡ് ആയിരിക്കില്ല, കൂടുതൽ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. തിയറി തീരെ പറയില്ല എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട തിയറി പറയും. കൂടെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ സെൻട്രിക് ആയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. PYQസും അല്ലാത്ത ക്വസ്റ്റ്യൻസും പ്രോബബിൾ ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. കാരണം എക്സാമിൽ ഇനി വീണ്ടും തിയറി ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക അല്ലേ. ആ ഡെഫിനിഷൻസ് മാത്രമല്ല ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രോബ്ലംസും ന്യൂമറിക്കൽസും ആണ് ഫിസിക്സിനെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. എല്ലാ സബ്ജക്റ്റിലും ക്വസ്റ്റ്യൻസിലൂടെയാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. തൊട്ടടുത്ത ദിവസം നമ്മൾ സൺഡേ ബയോളജിയുടെ ഇതുപോലെ ബയോളജിയുടെ എല്ലാ ചാപ്റ്ററും തീർക്കുന്നതായിരിക്കും. അടുത്ത ദിവസം കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്ററും, അങ്ങനെ നമ്മൾ 3 സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും ഈ വിത്ത് ക്വസ്റ്റ്യൻസ് വിൽ ബി കംപ്ലീറ്റ്. അതിനുശേഷമുള്ള 2 ദിവസം പ്യുവർലി ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രോബബിൾ ആയിട്ട് നിങ്ങളുടെ എക്സാമിൽ വരാൻ പോകുന്ന, നിങ്ങളുടെ എക്സാമിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ ചെയ്യലാണ് നമ്മുടെ പണി. 2 ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് ദിവസം കുറച്ച് ഹെവി ആയിരിക്കും. 100 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത ദിവസം അത്ര ഹെവി ആയിരിക്കില്ല. ഫൈനൽ ഒരു മാരത്തോൺ ഉണ്ടാകുന്നതായിരിക്കും. മാരത്തോണിൽ കുറേ ചോദ്യങ്ങൾ ചെയ്യില്ല, കാരണം അന്ന് രാത്രി നിങ്ങൾക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ളതാണ്. തൊട്ടടുത്ത ദിവസം എക്സാം ആണ്. അപ്പം ദ ട്യൂസ്ഡേ ലൈവ് വിൽ ബി സ്ലൈറ്റ്ലി ലോങ്ങർ, കുറച്ച് ഇൻറ്റൻസീവ് ആയിരിക്കും. നിങ്ങൾ പ്രിപ്പയർഡ് ആയി വരണം. അടുത്ത ദിവസം ലൈറ്റ് ആയിട്ടുള്ള ലൈവ് ആയിരിക്കും. നിങ്ങൾക്ക് ഈസി അവസാനത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൽ SQPയുടെയും PYQയുടെയും അതല്ലാതെ നമ്മൾ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, അതും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സയൻസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ നിങ്ങൾ അറിയിക്കുക, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ വരണം. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ +1ലേക്കുള്ള എല്ലാ ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റഡി മെറ്റീരിയൽ ആദ്യത്തെ 1000 സ്റ്റുഡൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ഇയർ എക്സാമിൻ്റെ കൂടെ പഠിച്ച് +1ലൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് +1ൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ സയൻസ് എക്സാം നമ്മൾ തകർക്കും. എന്ത് സംഭവിച്ചാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു സംശയമില്ല മക്കൾ, 90% മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സയൻസിൽ കിട്ടുള്ളൂ. അതിൽ ഒരു സംശയമില്ല. കാരണം ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്. അതിലും ഗംഭീരമായിട്ടാണ് നമ്മൾ ലൈവിൽ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ചെയ്ത് നന്നായി രീതിയിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ 90% മുകളിൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ സാർ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈവിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.